2018-19 മണ്ഡലകാലത്ത് ശബരിമലയിലെ അന്നദാനത്തിന്റെ പേരിൽ മാത്രം നടന്നത് ലക്ഷങ്ങളുടെ തട്ടിപ്പെന്ന ആക്ഷേപം. കരാറുകാരന്റെ പേരിൽ ഉദ്യോഗസ്ഥർ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് 1.5 കോടി രൂപയാണ്. തട്ടിപ്പിന്റെ ആസൂത്രകനെന്ന് വിജിലൻസ് കണ്ടെത്തിയ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജയപ്രകാശിനെ അറസ്റ്റ് ചെയ്തെങ്കിലും വീണ്ടും സുപ്രധാന ചുമതല നൽകിയെന്ന് പരാതിക്കാരൻ പറയുന്നു. 2018-19 മണ്ഡലകാലത്താണ് കൊല്ലം സ്വദേശിയായ ആൾ നിലയ്ക്കലെ മെസ്സിന്റെയും അന്നദാന നടത്തിപ്പിന്റെ ചുമതലയും ഏറ്റെടുക്കുന്നത്. പച്ചക്കറിയും അനുബന്ധ സാധനങ്ങളും വിതരണം ചെയ്തതിന് കരാറുകാരൻ ദേവസ്വം ബോർഡിന് നൽകിയത് 30 ലക്ഷം രൂപയുടെ ബില്ല്. കരാറുകാരന് ആദ്യ ഗഡുവായി 8 ലക്ഷം രൂപ ചെക്ക് മുഖാന്തരം ദേവസ്വം ബോർഡ് നൽകി. ബാക്കി തുക പണമായി നൽകാമെന്നായിരുന്നു ശബരിമല ദേവസ്വം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ജയപ്രകാശിന്റെ മറുപടി. എന്നാൽ ഇത് പറ്റില്ലെന്ന് കരാറുകാരൻ അറിയിച്ചതോടെ പണം കിട്ടാൻ വൈകുമെന്ന് ഇതേ ഉദ്യോഗസ്ഥൻ മറുപടി നൽകി. ഉദ്യോഗസ്ഥന്റെ വിശദീകരണത്തിൽ സംശയം തോന്നിയ കരാറുകാരൻ വിവരാവകാശ നിയമപ്രകാരം ദേവസ്വം ബോർഡിൽ നിന്ന് വിവരങ്ങൾ തേടി. ദേവസ്വം ബോർഡിന്റെ മറുപടി കണ്ട് കരാറുകാരൻ ഞെട്ടി. 4 തവണയായി കരാറുകാരന് 50,71,685 രൂപ കൈമാറിയെന്നും എല്ലാം കൈമാറിയത് ചെക്ക് വഴിയെന്നുമായിരുന്നു ദേവസ്വം ബോർഡിന്റെ മറുപടി. ഇതോടെ കരാറുകാരൻ പരാതിയുമായി അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറെയും പ്രസിഡന്റിനെയും കണ്ടു. പക്ഷേ ഫലമുണ്ടായില്ല. ഒടുവിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിന്റെ ഉന്നതങ്ങളിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കോ ഇതിന്റെ മന്ത്രിക്കോ ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. ഇവരെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തമേ ഉള്ളൂ. പക്ഷേ അവരുടെ മറവിൽ അവരെ നിർത്തിക്കൊണ്ടാണ് ഈ അഴിമതികൾ മൊത്തം നടക്കുന്നത്. പക്ഷേ പരാതി കൊടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പോലും അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ അഴിമതി നടക്കുന്നതും. കരാറുകാരുടെ വ്യാജ ഒപ്പും വ്യാജ വൗച്ചറുകളും ചമച്ചായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഈ പകൽക്കൊള്ള. ഉദ്യോഗസ്ഥർ ചമച്ച വ്യാജരേഖകളുടെ പകർപ്പ് 24 ലഭിച്ചു. ആദ്യം ദേവസ്വം വിജിലൻസും പിന്നീട് സ്റ്റേറ്റ് വിജിലൻസും അന്വേഷിച്ച കേസിൽ ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജയപ്രകാശാണ് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകനെന്ന് കണ്ടെത്തി. ജയപ്രകാശിനെ കൂടാതെ മറ്റു 3 ഉദ്യോഗസ്ഥർ കൂടി തട്ടിപ്പിൽ പങ്കാളിയായെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം വലിയ സംരക്ഷണം പിന്നീടുണ്ടാവുകയും സർവീസിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ശബരിമല കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥരുടെ വലിയ കൊള്ളസംഘം തന്നെ പ്രവർത്തിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകളാണ് അനുദിനം പുറത്തുവരുന്നത്. പിടിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ വീണ്ടും ശബരിമലയിലെ സുപ്രധാന പോസ്റ്റുകളിൽ തിരികെ എത്തിയതും എങ്ങനെയെന്നതിലും അത്ഭുതങ്ങൾ ഉണ്ട്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.